5 വർഷം മുന്നേ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാണ്. ഇതേ തുടർന്നുള്ള സംഭവബഹുലമായ കാര്യങ്ങൾ കൊണ്ട് ആ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ റെനോവേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. പിന്നീട് ഇവിടെ പഠിക്കാൻ വരുന്ന ഡോക്ടർമാരും വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ആ പ്രേതത്തിന്റെ പ്രസൻസ് അനുഭവപ്പെടുകയാണ്. സസ്പെൻസിന്റെ ഓരോ കണികകളും എടുത്തു വെച്ചുകൊണ്ട് ഈ ആത്മഹത്യയുടെ പിറകിലുള്ള ചുരുളറിയാത്ത രഹസ്യങ്ങളിലേക്കാണ് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ കൊണ്ടുപോകുന്നത്. ഒരു ഹൊറർ സസ്പെൻസ് ഫില്ല് ചെയ്യാനാണെങ്കിൽ ഈ ചാനൽ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ഗർഭിണിയായ സ്ത്രീയുടെ പ്രസവം നോക്കുകയാണ് ഹിതയും ചാന്ദിനി. വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഹിത ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷെ ചാന്ദിനി അവൾ വളരെ മൂടിയാണ് ഈ കാര്യത്തിൽ. ആകെ വിഷമിച്ചുകൊണ്ടാണ് ഹിതയോടൊപ്പം നിന്നുകൊണ്ട് ഈ പ്രസവം അവൾ കൈകാര്യം ചെയ്യുന്നത്. ഹിത വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ പ്രസവം ഏറ്റെടുക്കുന്നതെങ്കിലും ചാന്ദിനിയുടെ മുഖഭാവം ഒന്നും മാറുന്നില്ല. അവൾ ആ വിഷമം തന്നെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ചാന്ദിനിയുടെ അടുത്തേക്ക് ഹിത എത്തിയാണ്. എന്നിട്ട് ചോദിക്കണം, നിനക്ക് എന്താടി പ്രശ്നം? നീ കുറെ ദിവസങ്ങളല്ല തുടങ്ങിയിട്ട് ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്. ചാന്ദിനി കരഞ്ഞുകൊണ്ട് പറയാണ്, ഓ നിനക്കെങ്കിലും എന്നെ കാര്യങ്ങൾ മനസ്സിലായല്ലോ, പിന്നെ ഞാൻ എന്തിനാ ബെസ്റ്റ് ഫ്രണ്ടായി നിൽക്കുന്നതെന്ന് ഹിത ചോദിക്കുകയാണ്. എന്നിട്ട് ചാന്ദിനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർ വീണ്ടും ആ രംഗങ്ങളിലേക്ക് പഴയതുപോലെ ആവാൻ ശ്രമിക്കുകയാണ്. അടുത്തതായി ഹിത മറ്റൊരു ഗർഭിണിയെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. വീൽ ചെയറിൽ കൊണ്ടുപോയിട്ട് ആ റൂമിലേക്ക് കയറുമ്പോഴാണ് പെട്ടെന്ന് അത് സംഭവിച്ചത്. വാതിൽ തുറന്നു നോക്കുമ്പോൾ ചാന്ദിനി അവിടെ ആശുപത്രിയുടെ ആ ബാത്ത് ടബിന് മുകളിലാണ് അവൾ കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നത്. പിന്നീട് ആലാമുറ ഇട്ട് കരയാണ് ഹിത. കാരണം അവളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അവളുടെ കണ്ണിന്റെ മുന്നിൽ ആത്മഹത്യ ചെയ്തിരിക്കും. അത് അവരുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ. കഥ ഇവിടെയാണ് ആരംഭിക്കാൻ പോകുന്നത്. ഇന്നേക്ക് 5 വർഷമായി ആ സംഭവങ്ങളെല്ലാം നടന്നിട്ട് ബസ്സിലൊരു പെൺകുട്ടി വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക്. ഇവളാണ് നമ്മുടെ നായിക. ഇവരുടെ ഇപ്പോഴത്തെ യാത്ര ചാന്ദിനി തൂങ്ങി മരിച്ച ആ ഹോസ്പിറ്റലിലെ അവിടേക്കാണ്. നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം അതിന്റെ റിനോവേഷൻസ് മുഴുവൻ കഴിഞ്ഞുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അവിടെ ഇന്റേണായിട്ട് വന്നിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. ഈ 2 പെൺകുട്ടികളും അവിടെ ജോലി ചെയ്യുന്ന പണിക്കാരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ പുതിയ ഇന്റേണൽ ആയിട്ട് വന്ന ആളുകളാണ്, ഇവിടെ മറ്റാരും ഇല്ലേ എന്ന്. കൂട്ടത്തിൽ ഒരു പണിക്കാരൻ വളരെ വിയേർഡായിട്ട് ഇവരെ നോക്കിയിട്ട് പറയുന്നത്, നിങ്ങളോ? ആ ഗ്രാമത്തില് പുതുതായി വന്നതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ രീതിയിൽ നോക്കിയതെന്ന് അവർ ആദ്യം ചിന്തിച്ചു. അപ്പോഴാണ് അവിടെയുള്ള ഒരു ഡോക്ടർ പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തിനോട് ആ 2 പെൺകുട്ടികളും പറഞ്ഞത്, ഞങ്ങൾ പുതുതായിട്ട് കോളേജിൽ നിന്ന് വന്ന ഇന്റേൺസ് ആണ്. ഡോക്ടർ പെട്ടെന്ന് ഷോക്കായിട്ട് പറയാണ്, നിങ്ങളോ? 2 ആൺകുട്ടികളായിരുന്നല്ലോ ഹോസ്പിറ്റലിലേക്ക് ഇന്റേണലായി വരാമെന്ന് പറഞ്ഞിരുന്നത്. തൽക്കാലം നിങ്ങൾ എല്ലാവരും ബാഗൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ചോളൂ. ഇന്റേൺസിന്റെ കാര്യമില്ലേ, അത് പിന്നീട് ചിന്തിക്കാം എന്നൊക്കെയായിരുന്നു അയാൾ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ തന്നെ ആ 2 പെൺകുട്ടികളും ഈ ഡോക്ടർ എന്താ ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ അവിടെ ജോലിക്ക് വന്നതല്ലേ എന്നൊക്കെ സംസാരിച്ചുകൊണ്ടാണ് അവര് ഹോസ്പിറ്റൽ ഉള്ളിലേക്ക് പോയത്. ബാഗുമായി ഉള്ളോട്ട് ആ 2 പെൺകുട്ടികളും പോകുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത് സിനിമയുടെ തുടക്കം മുതൽ കൂടെ ഉണ്ടായിരുന്ന ചാന്ദിനിയുടെ സുഹൃത്തായിട്ടുള്ള ഹിതയാണ്. ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെ നന്നായിട്ട് പൊക്കി അടിക്കുകയായിരുന്നു ഇവള്. കാരണം ഈ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് വലിയ ഹോസ്പിറ്റലായിരുന്നു, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഏതൊരു ചാത്തന്റെ കണ്ണേറ് കിട്ടിയതാണ് ഇങ്ങനെ ആയതെന്നും പിന്നീട് ഇപ്പോ പെർമിഷൻ ലഭിച്ചതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുമാണ് അവൾ പറഞ്ഞത്. ഹിത ഇവർക്ക് 2 പേർക്കും താമസിക്കാനുള്ള റൂം കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ഹോസ്പിറ്റലിലെ ഭിത്തിയിൽ ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അയാളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹിത പറയുന്നത്, ഇയാളാണ് ഈ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടർ, ബാഗസ് എന്നാണ് അയാളുടെ പേര്. റൂമിന്റെ ഉള്ളിലേക്ക് അവളുടെ ഫ്രണ്ട് കയറിയപ്പോൾ ആ ഗ്യാപ്പിൽ അവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കോള് വരികയാണ്. ആ ഫോൺ കോൾ കഴിയുന്നതിന് മുന്നേ നമുക്ക് മനസ്സിലാവാം അവർ നമ്മൾ സംഭവിക്കേണ്ട എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അരുതാത്തതെല്ലാം സംഭവിച്ചതിന്റെ റിസൾട്ടും അവർ പേടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? അതെ, അവൾ പ്രഗ്നന്റ് ആണ്. അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റെപ്പിനെ കുറിച്ചാണ് അവർ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ കയ്യിൽ അബോർഷൻ നടത്താനുള്ള മെഡിസിനുകളുണ്ട്. ഇതും കയ്യിൽ വെച്ചുകൊണ്ട് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കരച്ചിൽ കേട്ടിട്ടാണ് ഇവളുടെ സുഹൃത്ത് അവളുടെ അടുത്തേക്ക് എത്തുന്നത്. എന്തിനാണ് നീ കരയുന്നത്? കാര്യം എന്താന്ന് പറ. ഇതിന് മറുപടി കൊടുക്കാണ്ട് അവള് ദേഷ്യപ്പെട്ടു പോവുകയാണ് അവിടുന്ന്. പക്ഷെ അന്ന് രാത്രി ഗർഭം അലസിപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും അവള് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചതിനെ തുടർന്ന് ഹെവി ആയിട്ട് ബ്ലീഡിങ് വന്നു തുടങ്ങി. അവൾക്ക് വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം തൊട്ടടുത്ത റൂമിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് വന്നു. അവളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. പേടിയോട് കൂടിയാണ് അവള് ആ റൂമിന് പുറത്തേക്ക് വന്നത്. ഒരു ഭ്രാന്തനെ പോലൊരുത്തെ ചിരിച്ചുകൊണ്ട് അവളോട് പറയാ, ഈ വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ആ ഭ്രാന്തൻ പറഞ്ഞത്. എന്നിട്ട് വെറുതെ ചിരിച്ചുകൊണ്ട് അവന് എവിടേക്കോ പോവുകയും ചെയ്തു. ഇവള് നോക്കുമ്പോൾ ആ വാഷ്റൂമിന്റെ അടുത്ത് ഏതൊരു പെൺകുട്ടി വെറുതെ ഇരിക്കുന്നു. ശ്രദ്ധ മാറി വീണ്ടും ഒന്ന് നോക്കുമ്പോൾ അവളെ വീണ്ടും കാണുന്നില്ല. ഇതെന്താ ഞാൻ മെന്റൽ ഹോസ്പിറ്റലാണോ വന്നു വിട്ടത് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഓരോരുത്തരുടെയും പെരുമാറ്റങ്ങൾ. ഒരല്പം മാറി മറ്റൊരു റൂമിന്റെ അടുത്തുനിന്ന് മെല്ലെ ഡോറ് തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന സൗണ്ട്. അവൾ മെല്ലെ അതിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാം, ഈ റൂമിനകത്താണ് സിനിമയുടെ ആദ്യം നമ്മൾ കണ്ട ചാന്ദിനി ആത്മഹത്യ ചെയ്ത്. ആ ബാത്റൂമിനുള്ളിലേക്ക് അവൾ മെല്ലെ കയറി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വളരെ വൃത്തിഹീനമായ രീതിയിലായിരുന്നു ആ
ബാത്റൂം പൂർണ്ണമായിട്ടുള്ളത്. വേദന സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ അവൾ ആ ബാത്റൂമിനുള്ളിലേക്ക് കയറി. പെട്ടെന്നാണ് ഒരു ടാപ്പ് ഓൺ ചെയ്യുന്നത് കാണുന്നത്. ടാപ്പ് തുറന്നതിന്റെ സൗണ്ട് കേട്ടിട്ട് അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാരാണിപ്പോ ടാപ്പ് തുറന്നു വിട്ടതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അകത്തെ ആ ബാത്ത് ടബിനുള്ളിലേക്ക് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും തമ്മിൽ ഇവർക്ക് കണക്ഷൻ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഈ ബാത്ത് ടബ് വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു, ടാപ്പ് തുറന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പിറകിൽ കൂടെ ആരോ നടന്നു പോകുന്നത് വീണ്ടും കാണും. ആ സൗണ്ട് മനസ്സിലാകാനാവാതെ ആ ശബ്ദം അത് ഈ സമയത്താണ് ഹിത ഇവിടേക്ക് എത്തുന്നത്. അവൾ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഈ ബാത്റൂം ഇവിടെ പണ്ട് മുതലേ ആരും യൂസ് ചെയ്യാറ്. നിനക്ക് മറ്റു ബാത്റൂമുകൾ ഞാൻ കാണിച്ചു തരാം. ഇനി ഇവിടെ കാണുന്നത് ഡോക്ടർ തോമസിനെയാണ്. ഇവരാണ് ഇന്റേണലായി വന്ന ഈ 2 കുട്ടികളോടും നിങ്ങളെ ഇന്റേണലായിട്ട് ഇവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതും പറഞ്ഞുകൊണ്ട് തോമസ് എന്ന ഡോക്ടർ അവിടുന്ന് തിരിച്ചു നടക്കുമ്പോൾ ആ 2 പെൺകുട്ടികളും സന്തോഷത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. അപ്പോഴാണ് പുതിയൊരു ലേഡി അവിടേക്ക് നടന്നു വരുന്നത്. ആ ലേഡി ഈ 2 പെൺകുട്ടികളുടെ മുന്നിലായി ഇരിക്കുകയും തോമസ് ദാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്തു. ഒരല്പ നേരത്തിന് ശേഷം ഡോക്ടർ തോമസ് വീണ്ടും തിരികെ വരികയും ആ പെൺകുട്ടി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇതിനിടയിൽ അവര് സംസാരിക്കുന്നത് ഏതാണ് ആ ലേഡി, ഹോസ്പിറ്റലായിട്ട് അവരുടെ ബന്ധം എന്താണ് എന്നൊക്കെയാണ്. അത് ഡോക്ടർ തോമസിന്റെ ഭാര്യയാണെന്നും ഇപ്പം ഡിവോഴ്സി ആണെന്നുള്ള കാര്യമാണ് അവർ സംസാരിച്ചത്. എല്ലായ്പ്പോഴും ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഫ്രീ എന്ന വാക്ക് കിട്ടിയാൽ മതി. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് ഒരു ഫ്രീ ക്യാമ്പ് നടത്താൻ വേണ്ടി ആ ഗ്രാമത്തിലെ തലവനെ പോയി കാണുകയാണ് ഡോക്ടർ തോമസ്. അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂടെ തന്നെ ക്യാമ്പിങ് പോരാതെ ഹോസ്പിറ്റലിലെ പല കാര്യങ്ങളും ഞാൻ പൈസ കുറച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നതെന്നും കാര്യങ്ങൾ പറഞ്ഞു. ആ ഗ്രാമത്തലവൻ അവരോട് പറഞ്ഞത് എല്ലാം ശരി തന്നെയാണ്, പക്ഷേ 5 വർഷം മുന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഒരു പെൺകുട്ടി അവിടെ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം അവിടേക്ക് വരാൻ തന്നെ ആളുകൾക്ക് പേടിയാണ്. ഈ പറയുന്നതെല്ലാം ആ 2 ഇന്റേണൽ കുട്ടികളുടെ പെൺകുട്ടി അവിടുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ നായികയുടെ അരുയുടെ ബോയ് ഫ്രണ്ട് അവിടേക്ക് എത്തുന്നത്. അവളെ കാണാൻ ബോയ് ഫ്രണ്ട് വന്നതിനെ തുടർന്ന് അവൾ ജോലി താൽക്കാലികമായി നിർത്തിവെച്ച് അവനോടൊപ്പം ഒരു ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് അവരുടെ പ്രേമ നിമിഷങ്ങളാണ് കാണുന്നത്. സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴും അവന്റെ ലക്ഷ്യം മറ്റേതായിരുന്നു. അവൾക്ക് തീരെ വയ്യാതായിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ കാര്യങ്ങളൊന്നും ചോദിക്കല്ല അവന് വേണ്ടത്. പെട്ടെന്ന് അവൾ ദേഷ്യപ്പെട്ടു. എന്നിട്ട് കണക്കിന് അവനോട് പറയാണ്, എടാ നിനക്ക് കുറച്ച് മനസാക്ഷി ഉണ്ടോ? അന്ന് ഇങ്ങനെ ഒരു കാര്യം നമ്മളുടെ ഇടയിൽ സംഭവിച്ചതിന് ശേഷം എന്നെ കുറിച്ച് വല്ലതും നീ ചിന്തിച്ചിരുന്നു? അന്ന് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചതിന് ശേഷം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇത് അബോർട്ട് ചെയ്തതെന്ന് നിനക്കറിയാം. ഇപ്പോഴും ശാരീരികമായിട്ടും മെന്റലി ഞാൻ ഡിപ്രസ്ഡ് ആണ്. നിനക്ക് ഇത് മാത്രമാണോ ലക്ഷ്യം? അതുകൊണ്ട് എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ട് അവള് ആ ഹോട്ടൽ റൂമിൽ നിന്ന് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. രാത്രി ഹോസ്പിറ്റലിൽ നിന്നുള്ള പണികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തുടക്കത്തിൽ ഈ പെൺകുട്ടികളെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഞരമ്പൻ ഉണ്ടായിരുന്നു. അവൻ വീണ്ടും വരുന്നു. ഇവൻ ശരിക്കും ഒരു 3-ാം കിട വർത്തമാനാണ് അവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യ സീനിൽ കാണിച്ച പോലെ തന്നെ ഇവൻ ശരിക്കും ഞരമ്പനാണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് സഹിക്ക വയ്യാതെ സങ്കടപ്പെട്ടിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. എന്നിട്ട് നേരെ ബാത്റൂമിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് അവൾ കരഞ്ഞുകൊണ്ടിരുന്നത്. ശേഷം വീണ്ടും ഡോക്ടർ തോമസിന്റെ അടുത്തേക്ക് അവൾ പോവുകയാണ്. തോമസ് ഒരു ഡെന്റൽ ഡോക്ടറാണ്. പല്ലുവേദനയ്ക്കുള്ള അവസാനത്തെ പേഷ്യന്റിനെയും ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത്. അയാൾ ചോദിക്കുകയാണ്, അരു നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു? ഞാൻ വാഷ്റൂമിലായിരുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അവൾ കള്ളം പറയാണ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, പേഷ്യൻസ് ഇനി ഇല്ലല്ലോ, ഇനി അഥവാ പേഷ്യൻസ് വന്നാൽ തന്നെ ഞാൻ റെസ്റ്റ് റൂമിൽ ഉണ്ടാകും, എന്നെ അറിയിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ തോമസ് അവിടുന്ന് പോവുകയാണ്. ഡോക്ടർ തോമസ് അവിടുന്ന് പോയതിനു ശേഷം അരുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ പെൺകുട്ടി അരുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ ഡോക്ടറുമായിട്ട് എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഡോക്ടർ നീ ചാക്കിലാക്കിയോ എന്നൊക്കെ രീതിയിൽ ഒരല്പം ഉപ്പും മുളകും കൂട്ടിയിട്ടാണ് അവൾ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അരു പറഞ്ഞു, ഒന്ന് പോടി, നിനക്ക് എപ്പോഴും ഈ കാര്യങ്ങൾ ചോദിക്കാനുള്ളൂ? അതൊന്നുമല്ല, ഞാൻ ഡോക്ടറുമായി നല്ല കമ്പനി ആയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഞങ്ങൾ ജനറൽ ആയിട്ട് കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ എന്ന് പറയും. ഈ സമയം ഒരു പഴകിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി നടന്നു വരികയാണ്. അവൾ മെല്ലെ നടന്നു വന്ന് ഡോക്ടറുടെ റൂമിലേക്ക് കയറി ആ ചെയറിൽ ഇരിക്കുകയാണ്. പേഷ്യൻസ് വന്നത് കണ്ടപ്പോൾ അരുവിന്റെ ഫ്രണ്ട് പറഞ്ഞു, പേഷ്യൻസ് വന്നത് കണ്ടില്ലേ, നീ ഒരു കാര്യം ചെയ്യുക, അവർക്കുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ്. ഓൾറെഡി അവിടെ നടന്നിരിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു പെണ്ണാണ് അരു. അവൾക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ അവൾ ഉറക്കെ വിളിച്ചിട്ട് അവളുടെ ഫ്രണ്ടിനോട് പറയാണ്, നീ എന്നെ ഇവിടെ തനിച്ചാക്കി പോവല്ലേ പ്ലീസ്, എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടൊന്ന് തിരിച്ചു വരുമെന്ന്. അപ്പോഴേക്കും അരുവിന്റെ ഫ്രണ്ട് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പേഷ്യന്റ് ചെയറിലിരിക്കുന്ന ആ പെൺകുട്ടി ഒരു പ്രത്യേക രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് അരുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ചിരി തന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ചിരിയാണ്. ഈ ചിരി കണ്ടാൽ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ പേടിക്കും. അപ്പോഴാണ് അവൾക്ക് തുടക്കത്തിൽ മരിച്ചുപോയ ചാന്ദിനിയുടെ അതേ മുഖഭാവം വരുന്നത്. പേഷ്യന്റിനോട് അവളുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന പോലെ അരു നിന്റെ പേരെന്താണെന്നും നിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോഴും ചാന്ദിനി ഒരു ചിരി മാത്രമാണ് ചിരിക്കുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് സദാസമയം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചാന്ദിനിയുടെ വായിൽ നിന്ന് ഒരു ജെല്ല് പോലെ എന്തൊക്കെയോ പുറത്തേക്ക് വരുന്ന പോലെ കാണുന്നു. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അരു അവൾ
ഞെട്ടിത്തിരിച്ച് പുറകോട്ട് മാറി. കറണ്ട് വന്നു. ഇപ്പൊ അവളുടെ മേലാണ് ആ പ്രേതം ഇരിക്കുന്നത്. അവളുടെ മുഖം പിടിച്ച് വലിക്കാൻ നോക്കുമ്പോൾ അവൾ ആർത്തി വിളിച്ച് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഡോക്ടർ തോമസ് അവിടേക്ക് എത്തിപ്പെടുന്നു. അവൾക്ക് എന്ത് പറ്റിയാണെന്ന് വീണ്ടും വീണ്ടും ഡോക്ടർ ചോദിക്കുമ്പോൾ വാക്കുകൾ അവർക്ക് പുറത്തു വരാണ്ട് വിക്കിയിട്ട് പറയാണ് അവള് എന്ന രീതിയിൽ പ്രേതത്തിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസം അവസാനിക്കുകയാണ്. പിറ്റേ ദിവസം ചാന്ദിനി ആത്മഹത്യ ചെയ്ത അതേ ബാത്റൂമിൽ അവിടുത്തെ മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടി വന്ന ഒരു പയ്യൻ ജോലി ചെയ്യുകയായിരുന്നു. അവന്റെ സുഹൃത്ത് ചാന്ദിനിയുടെ അടുത്തേക്ക് വരുമ്പോൾ നല്ല കൈകൾ വെച്ച് സംഭവിച്ച സ്ഥലമാണ്. ഇവിടെ എന്തെങ്കിലും മോശം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വലിയ പിഴ കൊടുക്കേണ്ടി വരും. കാരണം 5 വർഷം മുന്നേ ഒരു ആത്മഹത്യ നടന്ന റൂം കൂടിയാണിത്. അവളുടെ പ്രേതം ഇപ്പോഴും ഇവിടെയുണ്ട്. ഇത് കേട്ട മെയിൻ്റെനൻസ് പയ്യൻ എങ്ങനെയാ പറഞ്ഞത്, നീ എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്, പിച്ചും പേയും പറയുന്നു, പ്രേതമൊക്കെ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ എന്റെ പണി നോക്കട്ടെ, നീ പോയേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവർ ആയുധം വെച്ച് അവിടെ കുഴിക്കാൻ നോക്കുമ്പോഴാണ് അവന്റെ കൈക്ക് വീണ്ടും മുറിവ് പറ്റുന്നത്. അവൻ ആർത്ത് കരയാണ്. കൈക്ക് മുഴുവൻ മുറിവ് കൊണ്ട് ചോര വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞരമ്പനോട് പറയുന്നത്, നിനക്കെന്താണ്, കരിനാവാണോ, അല്ല ഇത് പ്രേതത്തിന്റെ കളി, എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ അവിടുന്ന് പോകുന്നത്. അതിനുശേഷം ഈ ഞരമ്പന് ഒരു കോള് വരികയാണ്. അയാൾ അവിടെ ആംബുലൻസ് ഡ്രൈവറായിട്ട് കൂടി വർക്ക് ചെയ്യുന്നതാണ്. അയാൾക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അപ്പൊ രാവിലെ മുതൽ യാത്ര ചെയ്ത് തുടങ്ങിയാണ്. രാത്രി ആയിട്ടും അയാൾ സ്ഥലത്തെത്തുന്നില്ല. മുന്നിൽ കുറെ നേരമായി ലോറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഇതിനെ ഓവർടേക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്നൊരു പെണ്ണ് റോഡിന്റെ നടുവിലും. ഇവന് കൺട്രോൾ പോയി നേരെ വീണ്ടും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലോറിയുടെ പിറകെ തന്നെ പോയി ഇടിച്ചിട്ട് ആ ലോറിന്റെ ഉള്ളിലുള്ള മുഴുവൻ കൂർത്ത കമ്പികൾ ഇവന്റെ മേലേക്ക് കുത്തി കയറുകയാണ്. വേദന കൊണ്ട് പൊളഞ്ഞാണ് അവൻ മരിച്ചത്. അവന് പോലും മനസ്സിലായില്ല ഇത് ചാന്ദിനിയുടെ പ്രേതമാണ് ചെയ്തതെന്ന്. അവന്റെ മരണം ഹോസ്പിറ്റലിൽ അറിഞ്ഞ് എല്ലാവരും സങ്കടത്തിലാണ്. പക്ഷെ അരു വന്നിട്ട് ഒരു സൈഡിൽ മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫ്രണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, എടി നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പൊ അവളോട് അരു പറഞ്ഞത്, എടി എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. ലാസ്റ്റത്തെ ദിവസം ഈ ഞരമ്പൻ എൻ്റെ പിന്നാലെ വന്നിട്ട് എന്നോട് മോശമായി പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോകുന്നതിനിടയിൽ ഈ മോശം പ്രവൃത്തി കൊണ്ട് ഞാൻ ആ ബാത്റൂം പോയിരുന്ന ഒരുപാട് നേരം കരഞ്ഞു. എന്നിട്ട് ഞാൻ ഇവനെ ഒന്ന് ശപിച്ചിട്ടുണ്ടായിരുന്നു, ഇവൻ എന്ന് എങ്ങനെയെങ്കിലും ചത്തുപോയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഇതെല്ലാം സംഭവിച്ചപ്പോൾ കണക്റ്റഡ് ആയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളുടെ ഫ്രണ്ട് അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എടി നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, അവനല്ലെങ്കിൽ ഒരു വൃത്തികെട്ടവനായിരുന്നു, അവനത് സംഭവിച്ചുകൊണ്ട് നീയും തമ്മിലൊരു ബന്ധവുമില്ല. അതിലൊന്നും വഴങ്ങാത്ത അരു പറഞ്ഞത്, എടി ഇവിടെ വന്ന ദിവസം മുതൽ എനിക്ക് സ്വസ്ഥത സമാധാനമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ. ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഒരു സന്തോഷം ലഭിക്കുന്നില്ല. ഇതെല്ലാം സമ്മതിച്ചുകൊണ്ട് അവർ രണ്ടുപേരും ഒരു പുതിയ ഹോസ്റ്റലിലേക്ക് താമസം മാറ്റുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഞരമ്പിന്റെ ഫ്രണ്ടായിട്ടുള്ള മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു പയ്യനല്ലേ, അവൻ അവിടെ വീണ്ടും വരികയാണ്. എന്നിട്ട് ജനറേറ്റർ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് കടക്കുന്നു. പലതവണ ട്രൈ ചെയ്തിട്ടും അവൻ ആ ജനറേറ്റർ ഓൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ആ റൂമിലേക്ക് നമ്മുടെ ഹിത വരുന്നത്. ഹിത ഈ മെയിൻ്റെനൻസ് പയ്യന്റെ ഭാര്യയാണ്. അവള് ചോദിക്കുകയാണ്, നോക്കൂ, നിങ്ങൾ പലതവണ ഇവിടെ മെയിൻ്റെനൻസിന് വന്നില്ലേ, എന്തുകൊണ്ട് ആ ബാത്റൂമിലുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇതുവരെ നിങ്ങൾ ചെയ്യാത്തത്? അതൊന്ന് തീർത്തു തരൂ നിങ്ങൾ. അതിന് മറുപടിയായിട്ട് അവൻ പറഞ്ഞത്, നീ എൻ്റെ പുക കണ്ടേ അടങ്ങല്ലേ, ആ റൂമിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിനക്കറിയില്ലേ? ആ റൂമിൽ ആദ്യം മെയിൻ്റെനൻസിൽ എത്തി ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയ ദിവസം മുതൽ തന്നെ എൻ്റെ കൈ മുറിഞ്ഞു. അതിനുശേഷം എന്നെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്ന അവനാണ് കഴിഞ്ഞ ദിവസം ആക്സിഡന്റിൽ മരിച്ചത്. അത് മേല് മുഴുവൻ കമ്പികൾ കുത്തിയിറങ്ങിയിട്ടായിരുന്നു ആ മരണം. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടേക്ക് പോകാൻ പേടിയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു ബാത്റൂമിന് ഒരു കാര്യം ചെയ്യാം, അത് തൽക്കാലം നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ ബാത്റൂമിൻ്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് കല്ലുകൾ വെച്ച് പൂർണ്ണമായിട്ട് ആ ബാത്റൂമിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് അടച്ചു വെക്കുന്നു. എന്നിട്ട് പെയിന്റും അടിച്ച് അങ്ങനെ ഒന്ന് റൂം ഇല്ലാത്ത പോലെ ആക്കി വെക്കുക. പണിയും കഴിഞ്ഞ് അവൻ തിരിച്ചു പോരാൻ നിൽക്കുമ്പോഴാണ് വീണ്ടും ആശുപത്രിയിൽ കറണ്ട് കട്ടാവുന്നത്. ആശുപത്രിയിലെ ജനറേറ്റർ റൂമിലേക്ക് അവൻ നടന്നുപോയി ജനറേറ്റർ ഓൺ ചെയ്തിട്ട് വീണ്ടും തിരികെ വരുമ്പോൾ വീണ്ടും കറണ്ട് കട്ടാവുന്നു. വീണ്ടും കംപ്ലീറ്റ് ഇരുട്ട്. കയ്യിലുള്ള മൊബൈലിലുള്ള ഫ്ലാഷ് ഓൺ ചെയ്ത് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പൊ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അവന്റെ കൺമുന്നിൽ കാണുന്ന ഒരു പെണ്ണ് ഇങ്ങനെ പാസ് ചെയ്തു പോകുന്നു. പിന്നെ പല പല സൈഡുകളിൽ നിന്നായിട്ട് ആരൊക്കെയോ നടന്നു പോകുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. അവന് കൗതുകം കൂടി ആരാണെന്ന് അറിയാനുള്ളത്. അവന് പണ്ടത്തെ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. പണ്ട് അവൻ മെയിൻ്റെനൻസ് റൂമിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അവന്റെ പിറകിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്ന ചാന്ദിനിയാണ്. അടുത്ത് വരുമ്പോഴത്തേക്ക് പിറകിലേക്ക് തിരിഞ്ഞു നോക്കാതെ അവൻ പറഞ്ഞിരുന്നു, ഇത് ചാന്ദിനിയല്ലേ എന്ന്. അവൾ സർപ്രൈസ് ആയിട്ട് ഇവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ കാണുപോലും ചെയ്യാതെ നിനക്ക് എങ്ങനെ പറയാൻ പറ്റി ഇത് ഞാനാണെന്ന്. അപ്പൊ അവൻ പറയാണ്, നിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള താളത്തിലാണ് നടത്തം, കൂടാതെ നിന്റെ ഹീലിന്റെ സൗണ്ടും. അവൻ ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വീണ്ടും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് നെഞ്ചെടുപ്പ് കൂടി തുടങ്ങി. അവന്റെ ഓർമ്മകൾ മുഴുവനായിട്ട് ചാന്ദിനിയുടെ പ്രേതത്തിനെ കുറിച്ച് തന്നെയാണ് ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അബദ്ധവശാൽ ചാന്ദിനിയുടെ പ്രേതമറ്റ എനിക്ക് ചുറ്റും ഉണ്ടാവുകയോ എന്നെല്ലാം രീതിയിലുള്ള പല ചിന്തകളാണ് വന്നുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അവന്റെ കാലിന്റെ അടിയിൽ നിന്ന്
കഴുത്തുനിന്ന് പൂർണ്ണമായി തല തിരിച്ചുകൊണ്ട് ചാന്ദിനിയുടെ പ്രേതം കംപ്ലീറ്റ് ഇരുട്ടിലാണ് നിൽക്കുന്നത്. ഒന്നും കാണുന്നില്ല. ഇതിൽ പ്രേതം ഉണ്ടെന്ന് നമുക്ക് അറിയാം. അപ്പൊ കാലിന്റെ ഇടയിൽ നിന്ന് ഒരു പ്രേതം തല തിരിഞ്ഞു വരുന്നൊന്ന് ആലോചിച്ച് നോക്ക്. ജീവൻ പോകുന്ന ലെവലിൽ അവൻ പേടിച്ചിട്ട് പടച്ചവനെ നിങ്ങൾ കാത്തോളി എന്ന് പറയുന്നത് പിന്നെ ഓടിപ്പോകുന്നത് മാത്രമാണ് കാണുന്നത്. ഓടി ഓടി അവസാനം എത്തുന്നത് കാട്ടിലേക്കാണ്. അവിടെ ചെറിയൊരു തോട് കാണുന്നു. കുറുകെ ഒരു പാലമുണ്ട്. അവൻ മെല്ലെ നടന്നുകൊണ്ട് കയറുകയാണ്. പെട്ടെന്ന് സ്ലിപ്പായി താഴത്തേക്ക് വീഴുന്നതാണ് അവന് തോന്നുന്നത്. താഴത്തേക്ക് വീണ് പിടിച്ചു നിൽക്കുമ്പോഴാണ് വെള്ളത്തിന്റെ പ്രേതം കാല് മുറുകെ പിടിച്ചിട്ട് താഴത്തേക്ക് വലിക്കുന്നത് കാണും. കൈക്ക് താങ്ങാവുന്നതിലധികം ബലം വന്നപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. വെള്ളത്തിലേക്ക് അവൻ പ്രേതത്തോടൊപ്പം വീഴുകയാണ്. പക്ഷെ അവന്റെ ചുറ്റും പ്രേതം ഇല്ലാൻ താനും. അവൻ വെള്ളത്തിൽ നിന്ന് പൊന്തി വന്ന് ഒരു വിധത്തിൽ കരയിലേക്ക് നീന്തി തുടങ്ങുകയാണ്. കരയിലെത്തിയിട്ട് അവൻ നേരിട്ട് വീട്ടിലേക്കാണ് ഓടാൻ തുടങ്ങിയത്. അപ്പോഴാണ് യാദൃച്ഛികമായി അവന്റെ കഴുത്തിൽ നിന്നുള്ള ഒരു ലോക്കറ്റ് മാലയോട് ചേർന്ന് നിലത്തേക്ക് വീഴുന്നത് കാണുന്നത്. അവൻ ആ മാലയായിട്ടാണ് അവന്റെ വീട്ടിലേക്ക് ചെന്നത്. പിറ്റേന്ന് അവന്റെ ഭാര്യ ഹിതയുണ്ട് അവിടെ. അവൾ അവന് വേണ്ടിയുള്ള ഭക്ഷണം കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിക്കണമെന്ന് അവനെ ഓർമ്മിപ്പിക്കൂടി ചെയ്തിട്ടാണ് ഹിത അവിടുന്ന് പോകുന്നത്. അവൾ പോയ ഉടനെ തന്നെ അവന്റെ റൂമിലേക്ക് കയറി മെല്ലെ ഏങ്ങലടിച്ച് കരഞ്ഞു തുടങ്ങി. നമുക്കറിയുന്നത് ശാന്തിനി മരണപ്പെട്ടത് ആത്മഹത്യയല്ലായിരുന്നോ? സത്യത്തിൽ ഇവനും ആ ഞരമ്പനോട് ചേർന്ന് അവളെ കെട്ടിത്തൂക്കുകയായിരുന്നു. ശാന്തിനി പ്രേതമായി ഒന്ന് പ്രതികാരം ചെയ്യാണ് ആ ഞരമ്പനോട് ചെയ്തത്. അടുത്തത് ഇതിനെല്ലാം കൂട്ടുനിന്ന ഇവനെയാണ്. അവനും പേടിച്ചു തുടങ്ങി. ഇവൻ നേരെ ഓടിച്ചെന്നത് ഹോസ്പിറ്റലിലേക്കാണ്. എന്നിട്ട് ശാന്തിനി മരണപ്പെട്ട ഇവര് കൊന്നു കെട്ടിത്തൂക്കിയ ആ റൂമിന്റെ അടുത്തേക്കാണ് അവൻ പോയത്. ആ റൂമിന്റെ തൊട്ടടുത്ത് ഇവൻ എത്തിയപ്പോൾ പെട്ടെന്ന് പേടിച്ചോ? ഇങ്ങനെയാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പേടിച്ച് കുറച്ചുകൂടെ മറഞ്ഞു വീണത് അവിടെ ഒരു പുല്ല് വെട്ടി നിൽക്കുന്ന യന്ത്രത്തിന്റെ സ്വിച്ചിന്റെ മുകളിലേക്കാണ്. അത് ഓൺ ആവുകയും അതിന്റെ കൂർത്ത ബ്ലേഡ് വന്ന് ശരീരം മുഴുവനായിട്ട് വരിഞ്ഞു മുറുക്കി പല കഷ്ണങ്ങളാക്കി അവനെ മാറ്റുകയാണ് ചെയ്തത്. വേദന കൊണ്ട് പൊളഞ്ഞിട്ടായിരുന്നു ഇവന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് അവിടെ. ഈ സമയത്ത് ആ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് കൂടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരാൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, മറ്റാൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ അരു പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, നമുക്കിനി ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കാൻ കഴിയില്ല. അരുവിന്റെ ഫ്രണ്ട് വീണ്ടും സമാധാനിപ്പിക്കുകയാണ് അവളെ. നമ്മളെ ഫാമിലി സിറ്റുവേഷൻ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നത്. നമുക്കിപ്പോൾ ഈ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക നില എല്ലാ കാര്യങ്ങളും തകരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്തേ പറ്റൂ. ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എവിടേക്കെങ്കിലും പോകാം, തൽക്കാലം നീ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാകുന്ന അവള് അവരവിടെ നിൽക്കുകയാണ്. പക്ഷെ അന്ന് രാത്രി അവർ കിടന്നുറങ്ങുന്ന സമയത്ത് അരു വീണ്ടും ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നത്തിൽ അവൾ പല കാര്യങ്ങളും കണ്ടു തുടങ്ങി. എന്നിട്ട് വായ തുറന്നുകൊണ്ട് എന്തൊക്കെയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഞെട്ടി എഴുന്നേറ്റിട്ട് അവളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയുകയാണ്, നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ ഇവിടെ ആദ്യം വന്ന ദിവസം ഒരു ഒരു പെൺകുട്ടി നമ്മുടെ ഡോക്ടറുടെ റൂമിൽ വന്നിരുന്നു. അവളെ പിന്നീട് കാണാണ്ടായി. ഞാൻ ഇവിടെ ഉറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് അവൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടുവരുന്നു. എന്നിട്ട് അവൾ നിന്റെ അടുത്തേക്കാണ് വരുന്നത്. എന്നിട്ട് നിന്നെ നക്കാൻ നോക്കുകയാണ്. അവൾ നീളമുള്ള നാവ് പുറത്തേക്ക് ഇട്ടപ്പോൾ എനിക്ക് വളരെ പേടിയായി. അതിനുശേഷം അവൾ എന്റെ അടുത്തേക്കാണ് വന്നത്. എന്നിട്ട് ആ വലിയ നാവുകൾ പുറത്തേക്കിട്ട് എന്റെ മുടികളിലായിരുന്നു അവള് നക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് ശ്വാസം കിട്ടാതായത്. ഇതാണ് എനിക്കിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വപ്നമാണോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെല്ലാമാണ് ആരു അവളുടെ ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഒരാൾ അവളുടെ റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞത്, ഹിതയുടെ ഭർത്താവ് മെയിൻ്റെനൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഹെൽപ്പർ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നു. ഇത് കേട്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും സംഭവ സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയാണ്. മൃഗീയമായി കൊല്ലപ്പെട്ടു കിടക്കുന്ന ആ ഹെൽപ്പറുടെ ബോഡി കണ്ട് അരുവിന് വൊമിറ്റ് ചെയ്യാനാണ് വരുന്നത്. അവൾ നേരെ വാഷ് ബേസിന്റെ അടുത്തേക്ക് ഓടി വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് റിംഗ എന്ന ഡോക്ടർക്ക് പല സംശയങ്ങൾ ജനിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ റിംഗ എന്ന് പറഞ്ഞ ആൾ വരുന്നത്. അവർ ഹിതയെ ഒരു റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഈ മരണങ്ങളെ കുറിച്ച് ചോദിക്കുകയാണ്. താങ്കൾക്ക് ഈ മരണങ്ങളെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ? എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ എന്റെ അടുത്ത്? ഉണ്ടെങ്കിൽ അത് പറയണമെന്ന് പറയുമ്പോൾ റൂമിന് പുറത്ത് അരുവിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ആ പെൺകുട്ടി ഇതെല്ലാം ഒളിച്ചു കേൾക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് കണ്ട ഉടനെ തന്നെ ഡോക്ടർ റിംഗ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ആ റൂമിലേക്ക് ഡോക്ടർ പോയതിനു ശേഷം അവളുടെ ഫ്രണ്ടും കൂടി കയറുകയാണ്. എന്നിട്ട് ഹിതയോട് ചോദിക്കുകയാണ്, ഡോക്ടർ ചോദിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളൊന്ന് ഒളിച്ചു വെക്കുന്നുണ്ടോ? ഇവിടെ ഈ രണ്ട് മരണങ്ങളാണ് അത് അസ്വാഭാവികമായത് സംഭവിച്ചത്, നിങ്ങളുടെ ഭർത്താവ് അടക്കം. ഇത് കൂടാതെ ഹോസ്പിറ്റലിലെ ഫൗണ്ടറായുള്ള ബാഗസിന്റെ കാര്യങ്ങളും മറ്റ് രണ്ട് കൊടൂരമായ മരണങ്ങളെ കുറിച്ചും ഇതിനു മുന്നേ മരണപ്പെട്ടുപോയ ശാന്തിനിയുടെ കാര്യങ്ങളും എല്ലാം അവള് ഹിതയോട് ചോദിക്കുകയാണ്. പക്ഷെ ഹിതയ്ക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. മറുപടി ഒന്നും കിട്ടാത്തതിനാൽ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടറെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തീരുമാനിച്ചു. പക്ഷെ ബാഗസ് എന്ന പേരിൽ ഒരു ഫൗണ്ടറെ കുറിച്ചോ മറ്റു ഡീറ്റെയിൽസോ അവൾക്ക് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഡോക്ടർ തോമസിന്റെ പേര് അടിച്ചു നോക്കുമ്പോൾ അവരുടെ കൂടെ ഇത്തരത്തിലുള്ള ഒരാളെ കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞു. അപ്പൊ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇവൾ തിരിച്ച് അവരുടെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് അരുണിന്റെ ബോയ് ഫ്രണ്ട് അവിടെ എന്തോ കലിപ്പിലായിട്ട് തിരിച്ചു പോകുന്നതാണ് കാണുന്നത്.